ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ക്ലർക്ക് കെ സംഗീർ നടത്തിയത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ. ക്ഷേമനിധിയിലേക്ക് വന്ന 40-ലധികം ചെക്കുകൾ ബാങ്കിൽ നൽകി പണം കൈപ്പറ്റിയതായി കണ്ടെത്തി. ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്നും 78 ലക്ഷം തട്ടിച്ചതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ്. തട്ടിപ്പിന് മേലുദ്യോഗസ്ഥരും ഒത്താശ ചെയ്തതായി വിവരം. ജനം ബ്രേക്കിംഗ്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ക്ലർക്ക് കെ സംഗീർ നടത്തിയത് കൂടുതൽ ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകളെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്ഷേമനിധിയിലേക്ക് വന്ന ചെക്കുകൾ ബാങ്കിൽ നൽകി സ്വന്തം പേരിൽ പണം കൈപ്പറ്റിയതായാണ് പുതിയ കണ്ടെത്തൽ. 40-ൽ കൂടുതൽ ചെക്കുകൾ പണമാക്കി മാറ്റി ആകെ 1 കോടിയോളം രൂപ സംഗീത് കൈക്കലാക്കി. ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്നും 78 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് പിന്നാലെയാണ് ചെക്കുകളും സ്വന്തം നിലയിൽ മാറി പണം കൈപ്പറ്റിയത്. ക്ഷേമനിധി ബോർഡിൽ ക്ലർക്കായിരുന്ന 2018-19 കാലത്തും അതിനുശേഷം ലോട്ടറി ഡയറക്ടറേറ്റിലിരുന്ന കാലത്തും ചെക്ക് മാറി സംഗീത് പണം തട്ടിയിട്ടുണ്ട്. ഇതിന് മറ്റുദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിച്ചെന്നാണ് വിലയിരുത്തൽ. നേരത്തെ ക്ഷേമനിധി ബോർഡിൽ സൂപ്പർവൈസറി തസ്തികയിൽ ഉണ്ടായിരുന്ന ലോട്ടറി വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടറും സംശയനിഴലിലാണ്. അതേസമയം വിഷയത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പരിശോധന തുടങ്ങിയത്. സംഗീതിനെതിരായ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുന്നു. ക്രമക്കേടിൽ പരിശോധന നടത്തിയ ലോട്ടറി വകുപ്പിലെ ആഭ്യന്തര അന്വേഷണ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് വിവരം. KS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റുദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് പരാമർശിക്കുന്നതായും സൂചനയുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.